ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പേര് എൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ചെയ്യുന്നത് മീഷോ ഹോൾ വീഡിയോ ആണ്. ജീൻസിന് പറ്റിയ അടിപൊളി ഷർട്ട്സ് ആൻഡ് ടുണിക്സിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. മീഷോ പ്ലസ് ആമസോൺ ഹോളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത കുറച്ച് മീഷോ ഷർട്ട്സിൻ്റെ വീഡിയോസാണ്. മെയിൻ റീസൺ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ അവർ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ലോ ബഡ്ജറ്റിലാണ്. അപ്പോൾ ഇത്രയും വിലക്കുറവിൽ ഇത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ആദ്യം ഇത്രയും വിലക്കുറവ് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ പ്രൈസിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇല്ലാത്ത മെറ്റീരിയലായിരിക്കും അവർ തരുന്നതെന്ന്. പക്ഷേ നല്ല മെറ്റീരിയൽ ആൻഡ് ക്വാളിറ്റി വൈസ് അടിപൊളി സാധനമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും മീഷോയിലെ ഹോൾ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതും ചൂസ് ചെയ്യുന്ന ഒരു ആപ്പ് മീഷോ ആപ്പാണ്. ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ലോവസ്റ്റ് ബഡ്ജറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. മറ്റുള്ള ആപ്സ് ഏത് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര ഏതായിക്കട്ടെ, ഉബാനിക് അല്ലെങ്കിൽ സിലോറി, സ്നാപ്ഡീൽ അങ്ങനത്തെ കുറേ ആപ്പുകളും ഉണ്ട്. ആ ആപ്ലിക്കേഷൻസിലെല്ലാം കമ്പയർ ചെയ്യുമ്പം ഈ പ്രൊഡക്റ്റിലെന്ന് തന്നെ മീഷോയിലെ പ്രോഡക്റ്റ്സ് തന്നെ മറ്റുള്ള ആപ്പുകളിലും കാണും. പക്ഷേ ഡിഫറൻസ് വരുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസമാണ് വരുന്നത്. സെയിം പ്രൊഡക്ട്സ് തന്നെ എല്ലാ ആപ്പിലും കാണും. പക്ഷേ മീഷോ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് യുഗത്തിലാണ് റേറ്റുകളുടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂയിലോട്ട് പോകാം. ഞാൻ പർച്ചേസ് ചെയ്ത ഇത്രയധികം പ്രോഡക്റ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ പ്രോഡക്റ്റ്സിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡീറ്റെയിൽസ് പരിചയപ്പെടാം. നമ്മളെടുത്ത ആദ്യത്തെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഷർട്ടാണ്. ഈ ഷർട്ടിൻ്റെ ഒരു മെറ്റീരിയൽ അടിപൊളിയാണ്. ഇത് നല്ല റേറ്റ് കുറവാണ്. പ്രൈസ് റേഞ്ച് ഓർക്കാനുള്ള എല്ലാ സ്ക്രീനിലും മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോഡ് ആഡ് ചെയ്തേക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ആൻഡ് വർക്ക് വന്നേക്കുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽ കാണാൻ പറ്റും. നല്ല അടിപൊളി മെറ്റീരിയലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നൈസാണ്, ഒന്നും പറയാനില്ല. ഞാൻ ശരിക്കും ഓർത്ത് ഇത്രയും വിലക്കുറവിൽ ഈ സാധനങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ എക്സാക്ട് പിക്ചറിലുള്ള പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. നല്ല സാധനം കേട്ടോ. ഷർട്ടാണ്, ഫുൾ സ്ലീവ് ഷർട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് കോളർ പീസാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഫുള്ളി ബട്ടണാണ് വന്നേക്കുന്നത് താഴോട്ട്. നല്ല അത്യാവശ്യം ലെങ്തും കാര്യങ്ങളും ഉള്ള ഷർട്ടാണ്. ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നേക്കുന്ന കളർ കോമ്പിനേഷൻ പറഞ്ഞാൽ പീച്ച് ആൻഡ് വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല മെറ്റീരിയലാണ്, നിങ്ങൾക്ക് കണ്ണു അടച്ച് പർച്ചേസ് ചെയ്യാം. നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ. ഇതൊരു ഷർട്ടാട്ടോ. അത് നല്ല ഒരു സോഫ്റ്റ് റയോൺ എന്ന് പറയാൻ പറ്റില്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഇതൊരു പക്ക കോട്ടൺ ഷർട്ടാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. ആൻഡ് സിക്സ് ആഗാണ് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. ഓക്കെ, നമുക്കിത് ഓപ്പൺ ആക്കിയത് ഇതാണ്. ചൈനീസ് കോളറാണ് അവർ വരുന്നത്. മറ്റേ പക്ക കോളറും ഇതിനകത്ത് വന്നിരിക്കുന്നത് ചൈനീസ് കോളറാണ് വന്നിരിക്കുന്നത്. പോക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇത് 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ അറ്റം വന്നിട്ട് മടക്കിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി ഇതാണ് വന്നിരിക്കുന്നത്. അത് ഇത്രയും ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ലെങ്ത് ഉള്ളതാണ്. നിങ്ങൾ ഷർട്ട് എടുക്കുമ്പോൾ ഒരു സൈസ് കൂട്ടി പർച്ചേസ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഒരു എക്സാക്റ്റ് ലൂസായിട്ടൊക്കെ ഇടണമെങ്കിൽ ആ ഒരു സൈസ് കൂട്ടി പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് പറ്റുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്. നല്ല മെറ്റീരിയലാണ്, പക്ക കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഈ മെറ്റീരിയലൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു കാലത്തും പോകത്തില്ലാത്ത സൈസ് മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫുള്ളി ഇറക്കവും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നന്നായിട്ടാണ്. 3/4 സ്ലീവാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് എക്സാക്റ്റ് പിക്ചർ വന്നേക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്രോഡക്റ്റ്. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് ഷർട്ടാണ്. ഇത് വന്നിട്ട് എല്ലാം മീഡിയം സൈസ് ആൻഡ് സ്മോൾ സൈസൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇങ്ങനെയാണ്. നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് റൈറ്റ് സൈഡിൽ ഇതുപോലെ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിങ്ക് ഒരു എംബ്രോയ്ഡറി വർക്കാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. 3/4 സ്ലീവാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ 3/4 സ്ലീവ്, അതായത് റൈറ്റ് സൈഡിൽ എംബ്രോയ്ഡറി ഉള്ളതുകൊണ്ട് ഈ 3/4 സ്ലീവിൽ ഒരു വർക്കും കൊടുത്തില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിലുള്ള 3/4 സ്ലീവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഒരു ഷിമ്മീസ് എന്തെങ്കിലും ബനിയൻസ് ഇന്നേഴ്സ് യൂസ് ചെയ്യണം ഉള്ളിലായിട്ട്. നിഴലും കാര്യങ്ങളൊക്കെ അടിക്കും. നൈസായിട്ടുള്ള ക്ലോത്താണ്. പക്ഷേ ലുക്ക് വൈസിൽ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഷർട്ട്. ഇത് നല്ല ഇറക്കവും സൈസും ഉള്ള ഷർട്ടാണ്. നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇത് നല്ല വൈറ്റ് ഷർട്ടാണ്. ഇനി ഞാൻ എടുത്തേക്കുന്ന ഒരു ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെനീം ഷർട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് ആ ഷർട്ട്. അടിപൊളിയാണ്. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഷർട്ടാണ് ഡെനീം ഷർട്ട്.
ഓക്കെ, നമുക്ക് ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ഇത് വന്നിട്ട് 2 സൈഡിലും പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. ദെൻ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അവർ കീറി കോളറിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ പോർഷനിൽ ഈ ഡൗൺ ഭാഗത്തും ഇങ്ങനെ കീറി ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്. മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഡെനിം എക്സാക്ട് ഡെനിം തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓർത്ത് സാധാ കോട്ടൺ മെറ്റീരിയലൊക്കെ ഡെനിമിൻ്റെ ഇത് പ്രിൻറ്റ് ചെയ്ത് വരില്ല, അങ്ങനെയായിരിക്കും വരുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, പക്ക ഡെനിം മെറ്റീരിയൽ തന്നെ നല്ല ഒരു പ്രോഡക്റ്റാണ് ഇത് തന്നേക്കുന്നത്. ഇത് വലിയ റേറ്റും കാര്യമില്ല, എല്ലാം ഒരു 400-500 ഉള്ളിലുള്ള പ്രോഡക്റ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ലിങ്ക് കോഡ് സ്ക്രീനിൽ ഇതിൻ്റെ റേറ്റ് മെൻഷൻ ചെയ്തേക്കാം. ഇതാണ് ഇതിൻ്റെ എക്സാക്ട് പിക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ ചെയ്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്മോൾ സൈസാണ് എടുത്തേക്കുന്നത്. അതായത് എൻ്റെ എക്സാക്ട് ഷേപ്പിലാണ് വന്നേക്കുന്നത്. ഈ ഷർട്ട് വന്നിട്ട് ഇതാണ് ഈ ഷർട്ട്. ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഷർട്ടാണ്. ഇതാണ് ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇത് ഫുൾ സ്ലീവ് ആട്ടോ വന്നേക്കുന്നത്. ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ മീഷോ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത്. ഞാൻ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആമസോൺ ആപ്പിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് പർച്ചേസ് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് ഒരു ബനിയനാണ്. നല്ല ബനിയനും കാര്യങ്ങളാണ്. മെറ്റീരിയൽ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് നെറ്റാണ് വന്നേക്കുന്നത്. നെറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് വന്നേക്കുന്നത്. 2 തട്ടായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി നിലടിക്കുന്ന രീതിയിൽ നെറ്റാണ് വന്നേക്കുന്നത്. നല്ല മെറ്റീരിയലാട്ടോ. നെറ്റാണെങ്കിലും ടോപ്പ് വൈസ് ആണെങ്കിലും നല്ല മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സ്കേർട്ടിനും അതുപോലെ തന്നെ സ്കേർട്ടിനും നമുക്ക് പെയർ ചെയ്യാം, ജീൻസിനും പെയർ ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതിന് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എടുത്തേക്കുന്ന സൈസ് വന്നിട്ട് S ആട്ടോ. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്ത ആമസോണിൽ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് ഇതാട്ടോ. ഇത് വന്നിട്ട് ഇതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊരു ടുണിക്സ് ആട്ടോ. പക്ക റയോൺ മെറ്റീരിയൽ ഇങ്ങനെ വന്നേക്കുന്നതാണ്. എക്സാക്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ 2 ടൈ ഉണ്ട്, ടൈ ചെയ്തിടാം. ഇതാണ് ഇതിൻ്റെ വർക്ക്. ഈ വർക്ക് തന്നെയാണ് ബാക്കിലും കൊടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു സ്ലീവിലും ഇതുപോലെ കംപ്ലീറ്റ്ലി എംബ്രോയ്ഡറി വർക്ക് വൈറ്റിൽ അവർ ചെയ്തിട്ടുണ്ട്. റയോൺ പക്ക ബ്ലൂ കളറിൽ, അതായത് നേവി ബ്ലൂവിൽ വൈറ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അവർ കൊടുത്തേക്കുന്നത്. നല്ല വർക്കും കാര്യങ്ങളാണ്. മെറ്റീരിയൽ ഒരു കാലത്തും പോകാത്ത ടൈപ്പ് മെറ്റീരിയലുമാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എല്ലാത്തിൻ്റെയും റേറ്റ് വന്നിട്ട് 400 രൂപയിൽ ഉള്ളിൽ വരുന്ന പ്രോഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. നല്ലൊരു ടുണിക്സ് ആണ് വന്നേക്കുന്നത്. ഇതിന് താഴെയും കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ നല്ല ലെങ്ത്തുള്ള ഒരു ടുണിക്സാണ് ഇത്. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ടൊരു ബീച്ച് ഷെയ്ഡിനകത്ത് എംബ്രോയ്ഡറി വർക്കിന്, ഇതിനകത്ത് എല്ലാ കളേഴ്സും ഉണ്ട്. അതിൻ്റെ ഗ്രീന്, റെഡ്, മെറൂണിഷ് കളേഴ്സ് എല്ലാം വന്നിട്ട് എംബ്രോയ്ഡറിയാണ് വന്നേക്കുന്നത്. നല്ല ടുണിക് ഷർട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക്. നല്ല ബട്ടൺസാണ്. ഈ ബട്ടൺ വന്നിട്ട് ഇങ്ങനെ ബട്ടൺസ് അതിൻ്റെ താഴോട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ബട്ടൺസ് വന്നിട്ട് ഓപ്പൺ ആക്കാനും കാര്യങ്ങളും ഒന്നും പറ്റില്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ടിലുള്ള വർക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് സ്ലീവ് ഒക്കെ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ അടിപൊളിയായിട്ടുള്ള ഒരു ടുണിക്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇങ്ങനത്തെ കോളറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തേക്കുന്നത് S ആട്ടോ. S എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ലൂസായിട്ട് കിടക്കുന്നതാണ്. എനിക്കൊന്ന് ഇതിൻ്റെ ബ്രസ്റ്റ് സൈസ് വന്നിരിക്കുന്നത് 34 ഇഞ്ചാണ് വന്നേക്കുന്നത്. ആൻഡ് 32 ശരിക്കും പറഞ്ഞാൽ ജീൻസിനൊക്കെ ഇച്ചിരി ലൂസായിട്ട് വെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ലുക്ക് അറിയുന്നത്. ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഫ്രണ്ടിൽ വന്നിട്ട് ഗാജൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഞുറിച്ചിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ പ്രാവശ്യം മീഷോയിൽ നിന്ന് ആമസോണിൽ നിന്ന് ലോവസ്റ്റ് പ്രൈസിൽ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോഡ് ലിങ്ക്സ് ഒക്കെ എടുത്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഓൾ ബട്ടണിലിടുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.